എല്ലാരും ഉറങ്ങിപ്പോയിന്ന്. പെണ്ണുങ്ങൾക്ക് നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? അല്ല, കല്യാണത്തിന്റെ ചെരണ്ടലും പറക്കലും ഒക്കെ. ജ്യൂസ് അധികം കുടിച്ച് വയറിറക്കണ്ട, ഭക്ഷണം തരും. ഇതെന്താ? ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ലീസ്റ്റാ. ഇതിലുള്ളവരെ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ആൾക്കാരെ പിടിച്ചാൽ മതി. ഓക്കെ. കുറച്ച് തിരക്കായി പോയി. മനു എവിടെ? ശരി ശരി. ഇതെവിടെ ആയിരുന്നു? ആളാകെ മാറിപ്പോയല്ലോ. ആരായാലും മാറിപ്പോകില്ലേ? ശരി ശരി ശരി, അങ്ങോട്ടിരിക്കാം. നോക്കി പടാ. സുഖാണോ? ഇത് നിന്റെ മകളാ? എനിക്ക് പിറക്കാതെ പോയ കൊച്ചു. ചേട്ടന് സുഖാണോ? എനിക്കോ? ആയിരുന്നു. വീണ്ടും നിന്റെ അനിയൻ വന്നു. ചേട്ടന്റെ കല്യാണം എന്റെയോ? നിന്റെ ഭർത്താവ് വന്നില്ലേ? വന്നു. എന്നിട്ട് അവളെ എവിടെ? അവിടെ ഉണ്ട്. എവിടെ? ഇതാര്? നീയാ പറഞ്ഞു ഉളഞ്ഞാനാ. ഇയാളിതെങ്ങനെ കേട്ടു? നീ ടെൻഷൻ അടിക്കലടാ, എല്ലാം ശരിയോ? അണ്ണാ, എന്താ വല്ല പ്രശ്നമുണ്ടാ? ഏയ്, ഒരു പ്രശ്നമില്ലടാ. അല്ല, ഇനി അവളെങ്ങനെ കയറി വരൂ? ആര് വരാനോ? അവളോ? എടാ, ശോഭാരാജ് ഏറ്റിരിക്കുന്നത്. അവളെ ഇപ്പൊ പരലോകം എത്തിക്കണം. ഇനി എങ്ങാനോള് വന്നാലോ അണ്ണാ? ശോഭരാജ് പണി ഒപ്പിച്ച് മക്കള്. അവളെ അയാള് പൊക്കി. ഇങ്ങനെ അയ്യോ പത്തോന്ന് അലറി കഴിഞ്ഞിട്ട് വെറുതെ BP കൂട്ടാൻ നിൽക്കണ്ട. അസുഖം എന്നത് അറിഞ്ഞ് ചിന്തിക്ക്. ആർക്കെങ്കിലും ആലോചിച്ച് BP കൂട്ടാൻ പറ്റുമോ? ഈ വേട്ടാവളിന് എന്നായി പറയുന്നത്? മനസ്സിലായി? പോയില്ലേ? മനസ്സിലായി? സെറ്റായില്ലേ? കരയല്ല അമ്മ. ഇനി എനിക്ക് പോലീസും പട്ടാളവും പറ്റില്ല. ഇങ്ങനെ ഇവിടെ ഇതെവിടെ പോവാ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടില്ലേ? ഞാനിന്ന് പോയിട്ട് വരാം കേട്ടോ. ശരി. ഇനി ലാത്തി കയറാൻ പറ്റില്ല. ഫുഡടിക്കാൻ വേണ്ടി മാത്രം വന്നതാ. അതില്ലെന്ന് അറിഞ്ഞപ്പോ വിട്ടു പോവുക. നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി. എന്നാൽ ഈ കുട്ടി എവിടെ പോയെന്നാ? അതിന് വല്ല കോളും വന്ന് കാണുന്നേ. നിങ്ങൾ പേടിക്കണ്ട, 2 മണിക്കൂർ തിരിച്ചു വന്നോളൂ. കോളെന്ന് പറയുമ്പോ ഇത് രാത്രി ഞാൻ കണ്ടായിരുന്നു. കോൾ ചെയ്യണത് പനിക്കോളല്ല, മറ്റേ കാമുകനെ കോൾ ചെയ്യണം. ചിലപ്പോ കാമുകന്മാര് കാണും. ഇപ്പത്തെ പെമ്പിള്ള ട്രെൻഡ് എങ്ങനെയാ? ഒരുത്തനെ പ്രേമിക്കും, വേറെ ഒരുത്തനെ കല്യാണം കഴിക്കും. ഞങ്ങള് പാവപ്പെട്ട കാവുമാരുടെ അവസ്ഥ. നിനക്ക് ഇനിയും മതിയായില്ലല്ലടാ. നിനക്ക് ഇനിയും മതിയായില്ലല്ലേടാ? അതിനിടയ്ക്ക് വേണ്ട, ഇനി ഇതിനെ ചൊല്ലി ആരും ഇവിടെ വഴിക്കിടണ്ട. എന്ത് കാര്യമായിട്ടാ ഞാനവളെ നോക്കിയെന്നറിയോ? എന്നോട് അവൾ ഈ ചതി ചെയ്തത്. ഓട്ടടാ, അവളല്ലേ അവിടെ കുഞ്ഞമ്മ. അതെങ്ങനെ ശരിയാവും? പ്രായൊരിക്കലും മാച്ച് ആവൂല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ ശരിയാക്കി തരാന്ന്. കല്യാണം ഒന്ന്. ആരൊക്കെ അടിക്കുന്ന കാര്യ പറയുന്നേ?
തമ്പുരാന്റെ അളിയുടെ നല്ല മനസ്സിന്റെയാ തന്നെ തിരിച്ചു വന്നതുണ്ടോ? എന്താ പറ്റിയത്? നീ എവിടായിരുന്നു? അത് ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അതമ്മേ, എന്താന്നൊന്ന് പറയുമോളെ? അത് അച്ഛാ, അമ്മ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയതായിരുന്നു. അവിടെയാണെങ്കിൽ തിരക്കോട് തിരക്ക്. എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നതാ അമ്മ. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ കഴിയുമ്പോ കൊച്ചു പ്ലക്കോ എന്ന് പറഞ്ഞു വരുമെന്ന്. ഇനി പാവെന്ന് പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. മുഹൂർത്തത്തിന് സമയമായി. സോറി അമ്മ. അച്ഛൻ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അതെ, നിങ്ങൾ ഒന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കുഞ്ഞമ്മനെ കൊണ്ട് കെട്ടിക്കാനുള്ള പരിപാടിയായിരുന്നു ഇവിടെ. ഓ, എന്താടാ നിനക്ക്? വന്നു. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ബിൽഡപ്പ്? കൊല്ലും, അവളെ പിടിച്ചങ്ങ് തിന്നും. ശോഭരാജ് ഇപ്പോൾ കെട്ടണ ഗതികേട് എനിക്ക് വന്നില്ലേ? ഇനി ഈ ലാസ്റ്റ് നിമിഷം ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രം മതി. നീയൊക്കെ കൂടെയാണ് അയാളെ അയച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ എന്തായി? 5 ലക്ഷം പോവുകയും ചെയ്തു, കാര്യമായിട്ടും നടന്നതുമില്ല. ഡാ, നീ എന്ത് വിചാരിച്ചു? ഒരു ഗുണ്ടയെ കൊണ്ട് എന്നെ ഒതുക്കാന്നോ? ഇതേ പെണ്ണ് വേറെയാ. നിന്റെ ഈ ജന്മത്തിൽ നിനക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനാ. അതുകൊണ്ട് ഇതൊക്കെ ഏറ്റു പൊരുത്തപ്പെടുന്നതാ നിനക്ക് നല്ലത്, കേട്ടോ? അയ്യോ, മുഹൂർത്തത്തിന് സമയായി. ഞാൻ പോയി സുന്ദരമായിട്ട് വരട്ടെ ചേട്ടാ. പോട്ടെ ചേട്ടാ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടെ? അയാള് കണ്ടാ, കല്യാണത്തിന്റെ അന്ന് വരെ ഇത്ര വൃത്തിയായിട്ടുള്ള ഞാൻ കല്യാണം കഴിക്കേണ്ടത്. ഇവിടെ കെട്ടണേക്കാലം വരെ ഞാൻ ചാവണതാ. ഒടുവിൽ ഒരു വഴിയില്ലെങ്കിൽ ഞാനത് ചെയ്യും. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കണ. ഇനി നിങ്ങൾ ഒരു വഴി ഉണ്ടാക്കണ്ട. പിന്നെ ഇനി 2-ൽ ഒരാൾ ജീവിച്ചാൽ മതി. എനിക്കെന്തായാലും മരിക്കാൻ പറ്റില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കൊല്ലണം. കൊല്ലാനോ? അവളെ കൊല്ലണം. നീ എന്ത് പ്രാന്താണാ പറയണത്? ഇത് പ്രാന്തൊന്നുമല്ല, ഇത് എന്റെ തീരുമാനമാണ്. എങ്കിലേ ആ തീരുമാനം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാ മതി, കേട്ടാ? ഓഹോ, അപ്പൊ എല്ലാം കഴിഞ്ഞ് പാതവഴി ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള നിങ്ങളുടെ പരിപാടി? എടാ, നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലെ എന്തുന്നാണത്? പിന്നല്ലാതെ ഇവനെ ഞാൻ ചതിച്ചു. ഒരു പെണ്ണിനെ മോഹിച്ച് അവളുടെ കൂടെ ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ട എന്നെ ചതിച്ചത് ഇവനാ. അതിന്റെ വേദന എന്താ നിനക്ക് മനസ്സിലാവില്ല. എന്നിട്ടത് മറക്കാനായിട്ട് നാടും വീടും വിട്ട് ഇവിടെ വന്ന് കയറി. എന്നിട്ട് ഇവിടെ എന്നെ ഉണ്ടാക്കാനായിട്ട് വന്നു കയറുന്നു. ഈ പ്രശ്നം നീ ഒറ്റയ്ക്കൊക്കെ പരിഹരിച്ചാൽ മതി. നീ അവളെ കൊല്ലുക തിന്നുക എന്താ ചെയ്തോ, ഞങ്ങളൊന്നിനും പ്രതീക്ഷിക്കണ്ട. നീ വേണോ? അണ്ണവൻ്റെ വാ. എന്നാ വാ. ഉക്കോളാ.